എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കേരള സ്റ്റൈലിലുള്ള ഒരു പെപ്പർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടുതലാണ്. ഇത്രയും വെളിച്ചെണ്ണ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ഇത്ര എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. തീരെ ചെറുതായിട്ട് മുറിച്ചിട്ടില്ല, ഏകദേശം ഒരു വെളുത്തുള്ളി 2ആയിട്ട് മാത്രമേ മുറിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ലാസ്റ്റ് വരെ നമുക്ക് ഈ വെളുത്തുള്ളി വേണം. അപ്പോൾ അത് നേരത്തെ ചെറുതായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കരിഞ്ഞു പോകും, അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കിലോ ചിക്കനുണ്ട്. 2 പീസ് ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചതാണ്. അപ്പോൾ ചിക്കൻ മുറിക്കുന്നതിൻ്റെ അളവ് നമുക്ക് എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ മുറിക്കാം. കുറച്ചുകൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുക, വലിയ പീസാണെങ്കിൽ അങ്ങനെ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തരിയായിട്ട് എടുത്തിരിക്കുന്ന കുരുമുളകാണ്, അതാണ് ആവശ്യം ഇതിന്. പെപ്പർ ചിക്കന് ഒരുപാട് ഫൈൻ പൗഡർ ആവശ്യമില്ല. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുരുമുളകിൻ്റെ എടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ, ഈ ചിക്കൻ ഒന്ന് ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൽ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തടുത്ത് വരും നേരങ്ങളിൽ ഉപ്പ് ചേർക്കുമ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. അത് ഓർമ്മ വേണം, നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം എന്തെങ്കിലും നമ്മളിങ്ങനെ ഒരുപാട് നേരം ചെയ്യുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉപ്പിട്ട കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി അടുത്ത സ്റ്റെപ്പിലൊക്കെ വീണ്ടും ഉപ്പൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കണം. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വറുത്ത് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റിന് താഴെ, 15 മിനിറ്റ് മാക്സിമം എടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇത് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഇടാം, കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആവും അത്. അപ്പോൾ ഇനി ഈ എണ്ണയ്ക്കകത്ത് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ കൂടെ ഒരല്പം 1-2 മുളക്, ചുമന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ഉള്ളി, ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചിട്ട് ഇതിനകത്തിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ, ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയുടെ കളർ നന്നായിട്ടൊന്ന് മാറണം. അപ്പോൾ ഉള്ളി വഴറ്റും തോറും ഈ കറിയുടെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉള്ളിയുടെ ആ പച്ച ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറണം, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ, കളറും വരുള്ളൂ, കറിക്ക് നല്ല തിക്നെസ്സും കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ചിക്കന്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ഉള്ളിയുടെ ഈർപ്പം ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിക്ക് വേണ്ടിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റായി ഞാൻ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശമൊക്കെ കളറ് മാറി തുടങ്ങി. ഇപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നമുക്ക് നോക്കിയിട്ട് വേണം ചേർക്കാൻ. കൂടുതൽ എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 ഇട്ടാൽ മതി, അല്ലെങ്കിൽ 2-3 ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ടാണ് 1 ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഈ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നേരത്തെ അരിഞ്ഞ് വെച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ട്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ തന്നെ 2ആയിട്ട് മാത്രമേ മുറിച്ചിട്ടുള്ളൂ, വളരെ ഫൈനായിട്ടൊന്നും മുറിച്ചിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം മുളക് പൊടി, പിന്നെ ഒരൽപ്പം ഗരം മസാല, പിന്നെ ഞാനൊരു ശകലം ഇത് ചേർക്കുന്നുണ്ട്, ഒരു ജീരകത്തിൻ്റെ പൊടി, വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അതൊക്കെ കുറച്ച് മതി. പെരിഞ്ജീരകം നമ്മൾ മസാലയിൽ പെരിഞ്ജീരകം ഉണ്ട്, എന്നാലും ചെറിയ സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി കുറച്ച് ഈ കൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ
നമുക്കിതൊന്ന് ചെറിയ തീയിൽ സിമ്മിലിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ 2 തക്കാളി, 2 മീഡിയം സൈസ് തക്കാളി, അത് വലിയ പഴുത്ത തക്കാളിയല്ല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇത് കളറില്ലാത്തത്. അപ്പോൾ അങ്ങനെ തക്കാളി നന്നായിട്ടൊന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തക്കാളി ചോപ്പ് ചെയ്തിടുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ടൊമാറ്റോ പ്യൂറി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പം ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ഈ കറിക്ക് നമുക്ക് തക്കാളിയുടെ ഒരു ഡിസ്റ്റർബൻസ് വരില്ല. മാത്രമല്ല എല്ലാ മസാലയിലും ചിക്കനിലും ശരി ഉള്ളിയിലും ശരി എല്ലാം കംപ്ലീറ്റായിട്ടും ഈ ഒരു തക്കാളിയുടെ ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ അരച്ച് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും തക്കാളി. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് നേരം കൂടുതൽ ഇതൊന്ന് വഴറ്റിയെടുക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു 75% വെന്തിട്ടുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് മസാലയൊക്കെ ഇതിൽ പിടിച്ച് വരാനുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്കിതിൽ ഒരല്പം ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം തന്നെ വേണം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, പിന്നെ പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് അതിൽ ഫീൽ ചെയ്യും. അപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം മതിയാവും. 3/4 കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, 1/2 കപ്പ് മതിയാവും. 1/4 കിലോ ചിക്കൻ അത്രയൊക്കെ മതി. അപ്പോൾ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്കിത് ഈ വെള്ളമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ വെള്ളം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിൽ പുരണ്ട് വരണം, എന്നാലേ കറി നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയോ, നല്ല വൈറ്റ് റൈസിൻ്റെ കൂടെയോ, പത്തിരിയുടെ കൂടെയോ, പൊറോട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. കപ്പയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ സെർവ് ചെയ്തെടുക്കുന്നെങ്കിൽ നമ്മൾ ഏതിനാണ് സെർവ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ഗ്രേവി നമുക്കിതിൽ കീപ്പ് ചെയ്യണം. ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ പെപ്പർ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പെപ്പർ ചിക്കൻ ആയതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ പെപ്പർ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്, പെപ്പർ ചിക്കൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ലാസ്റ്റ് ഇട്ടും എടുത്തിട്ടുണ്ട്. കറിവേപ്പില ടേസ്റ്റ് നമുക്ക് ഫ്രഷായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവസാനം കുറച്ചുകൂടെ കറിവേപ്പില ഒന്ന് പച്ചയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനീസ് കിച്ചൺ. ബൈ ബൈ. നമുക്ക് നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.